നമസ്കാരം. US നാവികസേനയുടെ മൊത്തം പ്രവർത്തനത്തിൻ്റെ 41% ഇപ്പോൾ പശ്ചിമേഷ്യൻ മേഖല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇറാനെതിരെയുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി പശ്ചിമേഷ്യൻ കടലിൽ മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വമ്പൻ നാവിക വിന്യാസവുമായാണ് അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ മേഖലയിലുള്ള 2 വിമാനവാഹിനി കപ്പലുകൾക്ക് പുറമെ മൂന്നാമതൊന്നിനെ കൂടി വിന്യസിച്ചതോടെ US നാവികശക്തിയുടെ 3 സ്ട്രൈക്ക് ഗ്രൂപ്പുകളാണ് ഒരേ സമയം ഇറാൻ തീരത്തിന് സമീപം അണിനിരക്കുന്നത്. ശീതയുദ്ധത്തിന് ശേഷമുള്ള കാലയളവിൽ ഇത്ര വലിയൊരു സന്നാഹം പശ്ചിമേഷ്യയിൽ ഒരുമിച്ച് വിന്യസിക്കപ്പെടുന്നത് ഇതാദ്യമായിട്ടാണ്. അണിനിരക്കുന്ന വമ്പന്മാർ ഇവരാണ്. ഒന്ന്, USS എബ്രഹാം ലിങ്കൺ. നിലവിൽ അറേബ്യൻ കടലിൽ സജീവമാണ് ഈ കപ്പൽ. ഏകദേശം 1,00,000 ടൺ ഭാരമുള്ള USS എബ്രഹാം ലിങ്കൺ ആണവോർജ്ജത്താൽ പ്രവർത്തിക്കുന്നതാണ്. അതായത് ഇതിന് കുറഞ്ഞ തോതിലുള്ള ഇന്ധനം നിറയ്ക്കൽ മാത്രമേ ആവശ്യമായി വരൂ. ഈ വിമാനവാഹിനി കപ്പലിൽ മാത്രം ഏകദേശം 5,000 മുതൽ 6,000 വരെ സൈനികരെയും വ്യോമസേനയും വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം മുഴുവൻ ആക്രമണ ഗ്രൂപ്പിലും കൂടി ഈ എണ്ണം 7,000 മുതൽ 8,000 വരെ ഉണ്ടാകും. രണ്ടാമതായി USS ജെറാൾഡ് ആർ ഫോർഡ്. റെക്കോർഡ് വേഗത്തിൽ 295 ദിവസമായി പശ്ചിമേഷ്യയിൽ തുടരുന്നു. നേരത്തെ വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടിയ ദൗത്യത്തിന്റെ ഭാഗമായിരുന്ന അതേ കപ്പലാണ് ജെറാൾഡ് ആർ ഫോർഡ്. 60 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 75 വിമാനങ്ങളെ വരെ വഹിക്കാൻ ഈ കപ്പലിന് കഴിയും. മൂന്നാമതായി USS ജോർജ് H. W. ബുഷ്. നോർഫോക്കിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയപ്പോൾ മേഖലയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ഏകദേശം 80 യുദ്ധവിമാനങ്ങൾ വരെ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ കപ്പൽ. ഇതിലൂടെ ഹോർമുസ് കടലിടുക്ക് മുതൽ ബാബൽ മൻഡേബ് വരെയുള്ള തന്ത്രപ്രധാനമായ ജലപാതകളിൽ പൂർണ്ണമായ ആധിപത്യം ഉറപ്പിക്കാനാണ് അമേരിക്ക ഇപ്പോൾ നീക്കം നടത്തുന്നത്. സാധാരണയായി ഒരു വിമാനവാഹിനി കപ്പൽ മാത്രമാണ് ഈ മേഖലയിൽ അമേരിക്ക നിലനിർത്താറുള്ളത്. എന്നാൽ നിലവിലെ സാഹചര്യം പരിഗണിച്ച് ഇത് 3 ആക്കി ഉയർത്തിയത് ഒരു വലിയ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പായിട്ടാണ് സൈനിക നിരീക്ഷകർ കാണുന്നത്. USS ജോർജ് H. W. ബുഷ് മാത്രം 1092 അടി നീളമുള്ളതും 1,00,000 ടണ്ണിലധികം ഭാരം വഹിക്കാൻ ശേഷിയുള്ളതുമാണ്. ആധുനിക F-15 സൂപ്പർ ഹോർനെറ്റ് F-35 യുദ്ധവിമാനങ്ങളും ഇതിലുണ്ട്. ഓരോ വിമാനവാഹിനി കപ്പലിനും അകമ്പടിയായി ഗൈഡഡ് മിസൈൽ ക്രൂയിസറുകൾ, ഡിസ്ട്രോയറുകൾ, ആക്രമണകാരികളായ അന്തർവാഹിനികൾ എന്നിവയുമുണ്ട്. ഇറാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള ഈജിസ് കോമ്പാക്ട് സിസ്റ്റം ഈ കപ്പലുകൾക്കെല്ലാം സുരക്ഷയൊരുക്കുന്നു. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം തുടരുന്നതിനിടയിൽ ചർച്ചകൾക്ക് തയ്യാറാവാത്ത ഇറാനെ പൂർണ്ണമായും വരിഞ്ഞു മുറുക്കാനാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. ഈ 3 കപ്പലുകളും ഒരേ സമയം വിന്യസിക്കപ്പെടുന്നതോടെ ഒരു നിമിഷം പോലും ഇടവേളയില്ലാതെ ആകാശത്ത് നിന്നും കടലിൽ നിന്നും ഇറാനെ നിരീക്ഷിക്കാനും ആക്രമിക്കാനും അമേരിക്കയ്ക്ക് സാധിക്കും. ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഇറാന്റെ പ്രധാന താവളങ്ങളെ ഏത് നിമിഷവും ലക്ഷ്യം വെക്കാൻ ഈ സൈനിക വിന്യാസത്തിലൂടെ സാധിക്കുമെന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നത്. അങ്ങനെ US നാവികസേനയുടെ മൊത്തം പ്രവർത്തനത്തിൻ്റെ 41% ഇപ്പോൾ പശ്ചിമേഷ്യൻ മേഖല കേന്ദ്രീകരിച്ചാണെന്നത് സംഭവത്തിൻ്റെ ഗൗരവം വ്യക്തമാക്കുന്നതാണ്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നീക്കം ഉറപ്പാണെന്ന സൂചനയാണ് വാഷിംഗ്ടണിൽ നിന്നും ലഭിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം പിൻവലിക്കില്ലെന്നാണ് ട്രംപിൻ്റെ നയം. ഇറാൻ നേതാക്കൾക്കെതിരെ വ്യക്തിപരമായ ആക്രമണ ഭീഷണിയും അതിനോടൊപ്പം ട്രംപ് മുഴക്കുന്നുണ്ട്. വെടിനിർത്തൽ കാലാവധി അനിശ്ചിതമായി നീട്ടിയതിന് തൊട്ട് പിന്നാലെയാണ് പ്രകോപനപരമായ പുതിയ പ്രസ്താവനയുമായി ട്രംപ് രംഗത്തെത്തിയതും. ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ഇറാന്റെ ഭരണ നേതൃത്വത്തെയും അവശേഷിക്കുന്ന സൈനിക സാമ്പത്തിക സ്രോതസ്സുകളെയും ഒന്നടങ്കം ഇല്ലാതാക്കിയല്ലാതെ മറ്റു വഴികളില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു.